എറണാകുളം പെരുമ്പാവൂരിൽ വൻ ലഹരിവേട്ട. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന നിരോധ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രണ്ടുപേരാണ് കസ്റ്റഡിയിൽ. അശ്വിൻ പാലാഴി വിവരങ്ങൾ വെച്ചിരുന്നു. അശ്വിൻ, കസ്റ്റഡിയിലുള്ളവരാരാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? ഇതും സാമാന്യം വലിയ ലഹരിവേട്ടയാണ് അശ്വിൻ. തീർച്ചയായും ഹാഷ്മി, ഒരു ഗോഡൌൺ നിറയെ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച നിലയിലാണ് പോലീസ് ഇത് കണ്ടെത്തിയത്. ഈ കെട്ടിടം, ഈ ഗോഡൌൺ എന്ന് പറയുന്നത് പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശിയായ അഹമ്മദ് കുഞ്ഞിൻ്റെ കെട്ടിടമാണ്. അത് അദ്ദേഹം എടപ്പാൾ സ്വദേശിയായ കമറുദ്ദീന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. കമറുദ്ദീനും 2 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. നിരോധി വിദേശ രാജ്യങ്ങളിൽ വിൽക്കാൻ മാത്രം അനുമതിയുള്ള സിഗരറ്റുകളൊപ്പം കേരളത്തിനുള്ളിൽ വിൽക്കാൻ നിരോധനമുള്ള ഹാൻസ്, പാൻപരാഗ്, മറ്റ് സിഗരറ്റ് അടക്കമാണ് അവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ചെറിയ അളവല്ല, ചാക്ക് കണക്കിന് ഏകദേശം 200-ലധികം ചാക്കുകൾ ഹാൻസ് മാത്രം പിടികൂടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് സിഗരറ്റ് വേറെയും പിടികൂടിയിരിക്കുന്നത്. ഒരു വലിയ ഗോഡൗണാണ്. ആ ഗോഡൗൺ നിറയെ ചാക്കുകളിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമീപകാലത്ത് ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അളവിലുള്ള ലഹരിവേട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വലിയ നികുതി നഷ്ടം സർക്കാരിനുണ്ടാക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇത്രയും ലഹരി വസ്തുക്കൾ എങ്ങനെ പെരുമ്പാവൂരിലേക്ക് എത്തിച്ചു എന്നുള്ള വലിയ ചോദ്യമുണ്ട്. പോലീസ് ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇതെവിടേക്കാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും പരിശോധനയുടെ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു ലഹരി ശേഖരമാണ് ഹാഷ്മി പെരുമ്പാവൂരിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.